തിരുവനന്തപുരം സെൻട്രൽ എം.എൽ.എ. ആന്റണി രാജു ഒരു കേസിനകത്ത് ശിക്ഷിക്കപ്പെട്ട ദിവസമാണ്. എന്താണ് ഈ കേസിന്റെ പ്രത്യേകത എന്നല്ലേ? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖ നേതാവ്, ഇടതുമുന്നണിയിലെ ഒരു പ്രമുഖ നേതാവാണ് ആന്റണി രാജു എന്ന കാര്യത്തിൽ തർക്കമില്ല. ആന്റണി രാജു ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നേതാവാണ്. തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലയിൽ നല്ല സ്വാധീനമുള്ള വ്യക്തിത്വമാണ്. ആന്റണി രാജുവിന്റെ പാർട്ടിയിൽ അധികം അംഗബലമൊന്നുമില്ലെങ്കിലും തീരദേശ മേഖലയിൽ ആന്റണി രാജുവിന്, തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലയിൽ ആന്റണി രാജുവിന് കാര്യമായ സ്വാധീനമുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ആന്റണി രാജു തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലയിൽ CPM-ന്റെ ഒരു തുറപ്പ് ചീട്ടാണ്. ആ തുറപ്പ് ചീട്ടായതുകൊണ്ട് മാത്രമാണ് മറ്റു മണ്ഡലങ്ങളിൽ തീരദേശ വോട്ടുകൾ, പ്രത്യേകിച്ച് നാടാർ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ അടക്കം, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ലത്തീൻ വിഭാഗത്തിന്റെ വോട്ടുകൾ എൻ ബ്ലോക്കായി തങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ ആന്റണി രാജുവിന് ഒരു സീറ്റ് നൽകി, അല്ലെങ്കിൽ ആന്റണി രാജുവിന്റെ പാർട്ടിയുടെ വലിപ്പം കൊണ്ടൊന്നല്ല, ഈ ലത്തീൻ വോട്ടുകൾ ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് ആന്റണി രാജുവിന് ഒരു സീറ്റ് നൽകുന്നത്. ഇടതുമുന്നണി ആ സീറ്റ് ആന്റണി രാജുവിന് നൽകുമ്പോൾ മറ്റു മണ്ഡലങ്ങളിലെ ലത്തീൻ വോട്ടുകൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് ലഭ്യമാക്കാനുള്ള പ്രവർത്തനം ആന്റണി രാജു നടത്തുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ 1990-കളിൽ കേരളത്തെ പിടിച്ചുലച്ച ഒരു കേസിനകത്ത് ആന്റണി രാജുവിനെ 3 വർഷം തടവിന് നെടുമങ്ങാട്ടെ ജനപ്രതിനിധികൾക്കുള്ള പ്രത്യേക കോടതി ശിക്ഷിച്ചിരിക്കുകയാണ്. എന്താണ് ഈ കേസിന്റെ നാൾവഴി എന്ന് നമുക്ക് പരിശോധിക്കാം. 1990-ൽ തിരുവനന്തപുരം സന്ദർശിക്കാനെത്തിയ ഒരു വിദേശ വ്യക്തിയുടെ, ഒരു വിദേശ പൗരന്റെ അടിവസ്ത്രത്തിൽ നിന്നും കൊക്കൈൻ പിടികൂടിയാണ്. 64 ഗ്രാം കൊക്കൈനാണ് പിടികൂടുന്നത്. അന്ന് കൊക്കൈൻ പോലെയുള്ള മാരക രാസലഹരി കേരളത്തിൽ ഇത്ര സുപരിചിതമല്ല. ഇന്ന് കൊക്കൈൻ പിടികൂടുന്നതും കൊക്കൈൻ ഉപയോഗിക്കുന്നതുമെല്ലാം ചിരപരിചിതമായ കാര്യമാണ്. കാരണം വാർത്താമാധ്യമങ്ങളിൽ നിത്യേന എണ്ണവണ്ണം ഇത് കൊക്കൈൻ പിടികൂടുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. എന്നാൽ 90-കളുടെ തുടക്കത്തിൽ കേരളത്തിൽ കൊക്കൈൻ എന്ന രാസലഹരി സുപരിചിതമല്ല എന്ന് മാത്രമല്ല, അങ്ങനെ ആർക്കും ഉപയോഗിക്കാൻ പോലും ലഭിക്കാത്ത ഒരു രാസലഹരിയാണ്. ആ രാസലഹരി ഉപയോഗിച്ചപ്പോൾ ഒരു വിദേശ വ്യക്തിയെ, ഒരു വിദേശ പൗരത്വമുള്ള ആളെ പോലീസ് പിടികൂടുന്നു. ഈ പോലീസ് പിടികൂടിയതിനു ശേഷം ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. വഞ്ചൂർ കോടതിയാണ് ഈ കേസ് പരിഗണിക്ക് വരുന്നത്. അന്ന് ഈ വിദേശ പൗരന്റെ അഭിഭാഷകനായിരുന്ന വ്യക്തിയുടെ ജൂനിയറാണ് ഈ ആന്റണി രാജു. ഈ വിദേശിയുടെ ജെട്ടിയാണ് തൊണ്ടി മുതലിൽ ഒന്നായി കോടതിയിൽ ഹാജരാക്കുന്നത്. പിന്നീട് ഈ കേസിനകത്ത് ജാമ്യം ലഭിച്ചപ്പോൾ വിദേശ പൗരന്റെ ബന്ധുവെന്ന് പറഞ്ഞ ഒരാൾ വരികയും ഈ ചില വസ്തുക്കൾ, ഈ വിദേശിയുടെ പക്കൽ നിന്ന് പിടികൂടിയ വസ്തുക്കൾ തിരികെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ ഒരു അപേക്ഷ നൽകി. ഈ അപേക്ഷയോടൊപ്പം ഈ കോടതി അപേക്ഷ നൽകി, കോടതി അത് അനുവദിച്ചു. ഈ ചില വസ്തുക്കൾ തിരികെ നൽകിയപ്പോൾ ഇതിന്റെ കൂടെ അന്നത്തെ തൊണ്ടി മുതലായി ഹാജരാക്കിയ വിദേശിയുടെ അടിവസ്ത്രം കൂടി ഈ ആന്റണി രാജു കടത്തിക്കൊണ്ടുപോവുകയും അടിവസ്ത്രം പിന്നീട് മുറിച്ച് അളവ് മാറ്റി അത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. എന്നാൽ ബുദ്ധിമാനെന്ന് സ്വയം കരുതുന്ന ആന്റണി രാജു ചെയ്ത ഏറ്റവും വലിയ വിഡ്ഢിത്തം, അടിവസ്ത്രം മുറിച്ചപ്പോൾ അതേ കളറുള്ള നൂലുകൊണ്ട് തുന്നാതെ മറ്റൊരു നൂല് കൊണ്ടാണ് പിന്നീട് തുന്നിച്ചേർത്തത്. ആന്റണി രാജുവിന് സ്വല്പമെങ്കിലും ബുദ്ധിയോ വിവരമോ ഉണ്ടെങ്കിൽ അത്തരത്തിൽ ഒരു പണി ചെയ്യുമായിരുന്നു എന്നാണ് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത്. ഇത് പിന്നീട് കോടതിയിൽ ഹാജരാക്കുകയും ഈ അടിവസ്ത്രത്തിന്റെ അളവ് പരിശോധിച്ചപ്പോൾ വിദേശിയുടെ അടിവസ്ത്രത്തിന്റെ അളവും കോടതിയിൽ ഹാജരാക്കിയ അടിവസ്ത്രത്തിന്റെ അളവും തമ്മിൽ പൊരുത്തക്കേടുണ്ട്, വ്യത്യാസമുണ്ടെന്ന് കണ്ട ഈ വിദേശിയെ കേസിൽ വെറുതെ വിടുകയും ചെയ്തു. പിന്നീടാണ് ട്വിസ്റ്റ് നടക്കുന്നത്. ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ, അദ്ദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അദ്ദേഹം ഹൈക്കോടതിയിൽ ഹർജി നൽകി. അദ്ദേഹം നൽകിയ ഹർജിയുടെ പശ്ചാത്തലത്തിലാണ് ഇതിൽ തുടരന്വേഷണം നടക്കുന്നത്. തുടരന്വേഷണം നടത്തിയപ്പോൾ ആന്റണി രാജുവും എന്നിട്ട് അഡ്വക്കേറ്റ് ക്ലർക്കും ചേർന്ന് ഈ അടിവസ്ത്രത്തിലെ, അല്ലെങ്കിൽ ഈ ജട്ടി രണ്ടായി മുറിച്ച മറ്റൊരു കളറുള്ള നൂല് കൊണ്ട് തുന്നിച്ചേർത്തുവെന്ന് പിന്നീട് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തു. ഈ കേസ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട സുപ്രീം കോടതി വരെ ഈ ആന്റണി രാജു പോയെങ്കിലും സുപ്രീം കോടതി കേസിന്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാമെന്ന് ഉത്തരവിടുകയായിരുന്നു. വഞ്ചൂർ കോടതിയിൽ ആയിരുന്നു കേസ് പരിഗണിച്ചത്. പിന്നീട് ആന്റണി രാജു MLA ആയപ്പോൾ ഇത് നെടുമങ്ങാട്ടെ ജനപ്രതിനിധികൾക്കുള്ള പ്രത്യേക കോടതിയിലേക്ക് മാറ്റുകയും ആ കോടതിയിൽ നിന്നാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. ആന്റണി രാജുവിന് 3 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. എന്തായാലും ഇനി 6 വർഷത്തേക്ക് ആന്റണി രാജുവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇതിൽ സമാനതകളില്ലാത്ത കേസാണ്. ആന്റണി രാജു ജട്ടി കേസിൽ അകപ്പെടുന്നതിന് മുമ്പോ അതിനുശേഷമോ കേരളത്തിൽ മറ്റൊരാളും ഇത്തരത്തിൽ ഒരു കേസിൽ അകപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ ഒരു MLA-ക്ക് ഒരു ജട്ടി മോഷണ കേസിൽ അറസ്റ്റിലാകേണ്ടി വന്നത്, അല്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു കറുത്ത ഏടായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ജട്ടി മോഷണ കേസിൽ ഒരു MLA-ക്ക് ജയിലിൽ പോകേണ്ടി വന്നു എന്ന് എഴുതപ്പെടേണ്ട ഒരു ദുര്യോഗം കൂടി ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഈ കേസിനകത്ത് ആന്റണി രാജുവിന് 3 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഈ കേസിനകത്തെ തുടർ നടപടികളിൽ ആന്റണി രാജുവിന് മേൽക്കോടതിയെ സമീപിക്കാം. എന്തായാലും നെടുമങ്ങാട്ടെ ജനപ്രതിനിധികൾക്കുള്ള പ്രത്യേക കോടതി 3 വർഷത്തേക്ക് തടവിന് വിധിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനി 6 വർഷത്തേക്ക് ആന്റണി രാജുവിന് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനും കഴിയില്ല.